അപ്പോൾ എന്തെല്ലാമാണ് സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് മേലത്തെ റൂമാണ്, അതുകൂടാതെ അനുവിൻ്റെ റൂമും കൂടിയാണ്. അപ്പോൾ ഈ റൂമെന്ന് ഇത്ര വൃത്തിയോടെ നിങ്ങൾക്ക് അറിയണ്ടേ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈടുന്നാണ് എല്ലാ ഷൂട്ടും ചെയ്യൽ. കമ്മൽ വളയും കാര്യങ്ങളെല്ലാം ഈടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈടുന്നാണ് എടുക്കൽ. അതുകൂടാതെ ഇവിടെ നല്ല ലൈറ്റും കൂടിയാണ്. അപ്പോൾ ഈടുന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റൂം നല്ല പോലെ ചാടവക്കടയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ തുണിക്കഷ്ണങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഞാൻ തയ്ക്കാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ഷോർട്ട് കുർത്തി തയ്ച്ചതിൻ്റെ കലാപരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടി ഒരു വലിയൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ നടത്തിക്കളയാന്ന്. ഇപ്പോൾ വാൾഡ്രോപ്പും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്, അലമാരി അടക്കം ഞാൻ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാൾഡ്രോപ്പ് ഫസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളാണെന്ന്. ഇതിപ്പോൾ തയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചുരിദാറിൻ്റെ സൈഡൊന്ന് കീറിപ്പോയിനേനു. അപ്പോൾ അതൊന്ന് തയ്ച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ കുറച്ച് തുണികളുണ്ടായിരുന്നു പിന്നെ മടക്കാൻ, അത് പിന്നെ മടക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ തുണിയെല്ലാം ഞാൻ റീൽസ് ചെയ്തിട്ട് മടക്കാണ്ട് വെച്ച തുണികളാണ്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം വൃത്തിയാക്കി വെക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എന്തായതെന്ന് വെച്ചാൽ അലമാരി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാനിതെല്ലാം വെക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി കുറച്ചങ്ങ് വൃത്തിയാക്കി കൊടുക്കാമെന്ന്. എന്നിട്ട് ഞാനിതാ അതും കൂടി മടക്കുന്നതാണ് കേട്ടോ അത് കാണുന്നത്. അനുവിന് എക്സാം ആയതുകൊണ്ട് ഓൾ പഠിക്കലാണ്. ഓളങ്ങനെ റീൽസൊന്നും ഇപ്പോൾ അധികം എടുക്കില്ല. അതുകൊണ്ടാണ് ആ ബുക്കെല്ലാം അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനെല്ലാം മടക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓളെ ബുക്കെല്ലാം ഉണ്ടല്ലോ അടുക്കി വെച്ചു. എത്ര അടുക്കി വെച്ചിട്ടും കാര്യമില്ല, ഓളെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വലിച്ചു വാരിയിടും. എനിക്ക് വലിച്ചു വാരി ഇടുന്നതേ കാണാനേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ടേബിളിൽ നിറച്ച് ബുക്ക്, പിന്നെ ഒരു പേപ്പേഴ്സും ബുക്സും ഒന്നും ഇവൾ കളയില്ല. അതുകൊണ്ടാണ് ഇത്രയിലധികം ബുക്സ്. അപ്പം അതെല്ലാം ഞാൻ അടുക്കി പൊറുക്കി വൃത്തിയിൽ ആക്കി വെക്കുന്നതാണ് ഇപ്പോഴുള്ളത് അവസ്ഥ. അപ്പോൾ ഞാനത് അതെല്ലാം അടുക്കി പൊറുക്കി വെച്ച് മേശയെല്ലാം അടിപൊളിയാക്കി വെച്ചു. പിന്നെ ഓൾ പഠിക്കേണ്ട ബുക്സ് ഓളെ ടേബിളിൽ തന്നെ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ബെഡ് വിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതാ അങ്ങനെ ബെഡ് വിരിക്കുന്നതാണിത് നിങ്ങൾ കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു പറയുന്നല്ലേ, സോറി ഗൈസ്. അതിനുശേഷം ഇതാ എല്ലാ പണിയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചു വാരുന്നു. ഞാനിത് കാണുന്നത് ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ തുണീൻ്റെ കഷ്ണം തെച്ചു ഞാൻ നിലത്തിട്ട്. ഒരു ഷോർട്ട് കുർത്തി അടിച്ചിട്ട് അമ്മ ഫുൾ അടിച്ചു വാരിതാണ്. രണ്ടാമത്തെ ഷോർട്ട് കുർത്തി അടിച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് ഇതാ നല്ല കാട്ടാണ്. ഇവളെ റൂം അങ്ങനെ അധികം നോക്കിയില്ല, അതുകൊണ്ട് നല്ല കാട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.